നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എടാ, കല്യാണ നിശ്ചയത്തിന്റെ വെന്യൂ മാറ്റിയോ? അതല്ല ഇനി പുതിയതായിട്ട് വന്ന SI നിന്റെ കല്യാണ നിശ്ചയത്തിന് വിളിക്കാനാണോ? ഏയ്, നിന്റെ മുഖഭാവം കണ്ടിട്ട് അതിനാണെന്ന് തോന്നുന്നില്ല. പറ, എന്താ പ്രശ്നം? ആ പെണ്ണിന്റെ പേരിൽ എനിക്ക് പരാതി കൊടുക്കണം. വധഭീഷണിക്ക്. ആതിര നിന്നോട് വല്ല അക്രമവും കാണിച്ചോ? ഭീഷണിപ്പെടുത്തിയോ? ആതിരല്ലടാ മണ്ട. മണ്ട നീ അല്ലാത്തോണ്ട് ഞാൻ തന്നെ. ശരി, ഏത് വേണം നിന്നെ കൊല്ലാൻ വന്നത്? ആ പെണ്ണ്, ആ മനീഷ. വിഷം തന്ന് കൊല്ലാനൊക്കെ കെൽപ്പുള്ളവള് തന്നെ അവള്. എന്നാലും എന്താ ഉണ്ടായത്? രാവിലെ ഞാൻ ഉത്സവത്തിൽ കുളിയൊക്കെ കഴിഞ്ഞ് നിശ്ചയത്തിന് പോകാൻ വേണ്ടി റെഡിയാവാൻ പോവുമായിരുന്നു. അരസികനായ ഞാനൊരു പാട്ട് വരെ പാടി. അത് സ്വാഭാവികം. ഇന്നത്തെ ദിവസത്തിന്റെ സന്തോഷം കൊണ്ട് നീ പാടിപ്പോവും. അത് അപ്പുറത്തെ വീട്ടിലെ മനീഷ കേട്ട് അവൾ പ്രകോപിതയായോ? അതിന്റെ പേരിലാണോ അവൾ നിന്നെ കൊല്ലൂന്ന് പറഞ്ഞത്? ഞാൻ പറയുന്നത് മുഴുവൻ കേക്ക്. അതിന് നീ ആദ്യം മുഴുവൻ പറ. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ, നീ അറിഞ്ഞു എന്നിലൂറും. ഞാൻ എന്റെ മനസ്സിലെ ദേവതയെ കുറിച്ച് ആലോചിച്ചിരിക്കുമ്പോ ഈ അസത്തം തന്നെ എന്നെ വിളിക്കുന്നത്. ഏതായാലും എടുത്തേക്കാം. എടുത്തു നാളെ വർത്താനം പറയാം. ഇല്ലെങ്കിൽ ഇവിടെ വിളി നിർത്തില്ല. നീ എന്തിനാടി എന്നെ വിളിക്കുന്നത്? ഫോൺ വെച്ചിട്ട് പോടി. വച്ചിട്ട് പോകാനല്ലല്ലോ വിളിച്ചത്, ഒരു കാര്യം പറഞ്ഞു ബോധ്യപ്പെടുത്താന്. എന്താടി നീ എന്നെ ബോധ്യപ്പെടുത്താൻ പോണേ? ഇത്രയും വലിയൊരു പേടിത്തൊണ്ടനാണല്ലോ നീ എന്ന്. ആരാടി പേടിത്തൊണ്ടൻ? നീ തന്നെ. ഒരു കല്യാണ നിശ്ചയത്തിന് പോലും നിന്റെ അടുത്ത ബന്ധുക്കളായ ഞങ്ങളെ വിളിക്കാൻ ഭയന്ന് ചുരുണ്ടുകൂടി ഒരു മൂലക്കിരിക്കുന്ന 1-ാം നമ്പർ പേടിത്തൊണ്ടൻ. പേടിച്ചിട്ടൊന്നും അല്ലടി നിന്നെ ഒന്നും വിളിക്കാത്തത്. കല്യാണ നിശ്ചയം എന്നത് ബന്ധുക്കൾ പങ്കെടുക്കുന്ന ഫംഗ്ഷനാ, അല്ലാതെ എന്റെ ശത്രുക്കളെ വിളിച്ചിരുത്തി നടത്തേണ്ട ചടങ്ങല്ല. ഒരിക്കൽ അബദ്ധത്തിൽ വിളിച്ചുപോയി, അതോടെ മതിയായി. അതെല്ലോ ശത്രു, നടക്കാൻ പോണില്ലാത്ത ആ ചടങ്ങിന് ഇനി വല്ലാതെ മേക്കപ്പ് അണിഞ്ഞു ഒരുങ്ങി പോകുമൊന്നും വേണ്ട. വല്ല ചാരവും കവളത്ത് തേച്ച് പൊക്കും. ഈ സാരോപദേശം തരാനാണോ നീ ഇപ്പൊ കഷ്ടപ്പെട്ട് വിളിച്ചത്? അല്ലല്ലോ, ഒരു രഹസ്യ വിവരം കൈമാറാനാ വിളിച്ചേ. അങ്ങനെ നിന്റെ വക ഒരു രഹസ്യ വിവരവും എനിക്ക് കേൾക്കണ്ട. കേൾക്കണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് പറയാതിരിക്കാൻ വയ്യല്ലോ. നിന്റെ ചെറിയച്ഛന്റെ മകളല്ലേ ഈ ഞാൻ. നിന്റെ കല്യാണ നിശ്ചയം നടക്കാൻ പോകുന്നില്ല. അത് തീരുമാനിച്ചത് ഞാനാ, ഈ ഞാൻ. നിന്നെ കൊണ്ടൊന്ന് കൂട്ടിയാ കൂടിയില്ലടി. എടി, കഴിഞ്ഞ തവണ ഒരു പെണ്ണ് കാണലിന് പോയപ്പോ ആ വീടിനകത്തേക്ക് നുഴഞ്ഞു കയറി എന്നെ കുറിച്ച് കുറ്റങ്ങളും തോന്നിവാസങ്ങളും പറഞ്ഞ പോലെ ഇത്തവണ നടക്കില്ല. അഥവാ കയറി വന്ന നിങ്ങളെയൊക്കെ എന്താ ചെയ്യുക എനിക്ക് തന്നെ അറിയില്ല. എന്നാലേ ആ കല്യാണ നിശ്ചയം എങ്ങനെ മുടക്കാന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ ആതിര പെണ്ണ് നിന്റെ മുഖത്ത് നോക്കി കടന്നു പോടാന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്റെ ചെറിയച്ഛന്റെ മോള് മനീഷ അല്ല. ഓഹോ, അതാണപ്പ കാര്യം. ആ പറഞ്ഞതിൽ വധഭീഷണൊന്നും കേട്ടില്ലല്ലോ. ആ പെണ്ണ് നിന്റെ മുഖത്ത് നോക്കി കടന്നു പോടാ എന്നല്ലേ പറഞ്ഞത്? അതെ, അതുപോലെ. അതിനിവിടുത്തെ SI എന്ത് ചെയ്യാനാ? മനീഷ എന്തെങ്കിലും കേസ് ചുമത്തി ഒരു ദിവസം സ്റ്റേഷനിലിരുത്തി ഇന്നത്തെ പ്രശ്നം തീരും. നിനക്കെന്ത് തോന്നുന്നു? അങ്ങനെ ചെയ്യണമെങ്കിൽ ഇവിടുത്തെ SI എന്റെ അമ്മാവന്റെ മകനോ കുഞ്ഞമ്മയുടെ ഭർത്താവോ ഒക്കെ ആയിരിക്കണം. അല്ലെങ്കിൽ വലിയ കൈക്കൂലിക്കാരനായിരിക്കണം. ഇവിടത്തെ ആ ഇൻസ്പെക്ടർ അങ്ങനത്തെ ആളൊന്നും അല്ലല്ലോ ഹരി. പിന്നെ എന്തോ ചെയ്യും? ആകെ ഒരു ഈച്ചയെ പോലുള്ള മനുഷ്യയെ കൈകാര്യം ചെയ്യാനാണോ വിഷമം? ഇത്രയും ശക്തനായി നീ ഇങ്ങനെ വിഷമിച്ചാലോ? നീ പറഞ്ഞൊരു കഥ വെച്ച് ആലോചിക്കുമ്പോ ആദ്യം എന്നെ അവളെ കൈകാര്യം ചെയ്തോളും. നീ ടെൻഷൻ അടിക്കാതെ. ആ മനീഷ ആതിരയോട് എന്നെ പറ്റി വല്ല കുറ്റം ഓതി കൊടുത്താലോ? ആ പാവം എങ്ങനെ അത് വിശ്വസിച്ചു പോയാലോ? കഴിഞ്ഞ തവണ അതല്ലേ ഉണ്ടായത്. അത് ശരി. അതിനെ പറ്റി നീ ഇതാണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? നിന്റെ 450ന്റെ കാര്യം മുതൽ നീ അവളെ അറിയുന്നല്ലേ? നിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് അറിയാവുന്നതിനേക്കാളും കൂടുതൽ അതിന് അന്നേ മനസ്സിലാക്കി കാണും. അതിലും മീതെ ആവോ മനീഷ പറയുന്നത് വല്ലതും? അങ്ങനെയാണല്ലേ? അങ്ങനെ തന്നെയാ. നിന്റെ വധുവാകാൻ പോകുന്ന ആ ആതിരെ വിശ്വസിക്കുക ഹരി. അതോടെ നിന്റെ സർവ്വ ടെൻഷനും തീരും. അപ്പോ ധൈര്യമായിട്ട് പോവാല്ലേ? പോകാം. നിന്റെ ഈ കൂട്ടുകാരൻ അഭിയല്ലേ പറയുന്നേ? അഭിലാഷ് അതിനകത്തേക്ക് കേറിപ്പോയിട്ട് നേരം കുറെ ആയല്ലോ. എന്താണാവോ അതിനകത്ത് സംഭവിക്കുന്നത്?
സമയം വൈകുന്നുണ്ട്. 10 മണിക്ക് മുമ്പെങ്കിലും നമ്മൾ നിശ്ചയ സ്ഥലത്ത് എത്തണ്ടേ? അകത്ത് അഭിലാഷേട്ടനുമായിട്ട് വാചകടിച്ചിരിപ്പുണ്ടാവും. രണ്ടാളും തുടങ്ങിയാ പിന്നെ നിർത്തില്ലല്ലോ. പോകുന്ന വഴിക്ക് വാചകം അടിക്കാലോ. ഇപ്പൊ തന്നെ വേണോ ഇത്? ആതിര ചേച്ചിയുടെ വീട്ടുകാരൊക്കെ ഇപ്പൊ അവിടെ എത്തിക്കാണും. അത് തന്നെ. അവർക്ക് എന്തു വിചാരിക്കും? ഈ അവസാന നിമിഷം അകത്ത് എന്ത് ചർച്ചയാണാവും? അച്ഛമ്മ പോയൊന്ന് വിളിക്ക്. അത് ശരി. എന്നിട്ട് വേണം അവൻ എന്റെ നേർക്ക് ചാടാൻ. എന്തിനാ എങ്ങനെ ഒരു പേടി? ഞാൻ പോയി വിളിക്കാൻ ചേട്ടനെ. വേണ്ട ജയ, ഇനി നീ പോയി വിളിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട. കുറച്ചേരം കൂടെ നോക്കിയിട്ട് ഞാൻ തന്നെ പോയി വിളിക്കാം. ഇനി എപ്പോഴെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇതിനൊക്കെ ചില മുഹൂർത്തമൊക്കെ ഇല്ലേ അച്ഛാ? എന്നാ നമുക്കെല്ലാവരും പുറപ്പെട്ടാലോ? എന്താ അഭിലാഷ ലേറ്റ് ആയത്? അല്ല, പോലീസ് സ്റ്റേഷനിൽ പോകുന്ന കാര്യം ചർച്ച ചെയ്യുമായിരുന്നു. പോലീസ് സ്റ്റേഷനിലോ? അതെന്തിനാ? എതിർ വീട്ടിലെ ഇവന്റെ ആ കസിൻ ഫോൺ ചെയ്ത് പറഞ്ഞെന്ന് കല്യാണ നിശ്ചയം അലങ്കോലപ്പെടുത്തുന്നു. ഈയിടെയായിട്ട് ആ മനീഷയുടെ അഹങ്കാരം അല്പം കൂടുന്നുണ്ട്. രാജൻ ചെന്ന് പറഞ്ഞാ പോലും കേക്കില്ല അവള്. രാജൻ പറഞ്ഞാലല്ലേ? നല്ല കാര്യായി. ആ മനുഷ്യൻ അവൾക്ക് സർവ്വ പ്രോത്സാഹനം കൊടുത്തോണ്ടിരിക്കല്ലേ. അച്ഛമ്മ ഇതൊന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. മനീഷയ്ക്കുള്ള ഒരേ ഒരു മരുന്ന് ആതിരയാ. അത് ഞാൻ നോക്കിക്കോളാം. ആ, അതൊക്കെ വിട്, സമയാവുന്നു. മോൻ പോയിട്ട് അമ്മയുടെ അനുഗ്രഹം മേടിക്കും. ചെല്ലു. അമ്മേ, ഞങ്ങളൊക്കെ നിശ്ചയ സ്ഥലത്തേക്ക് പോവാ. അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. എന്നെയും ആതിരെ അനുഗ്രഹിക്കണം. പത്മാവതി, നമ്മുടെ ആതിരയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്, അവളുടെ വിവാഹ നിശ്ചയം. അതിനുവേണ്ടി ഞങ്ങളെല്ലാം ദേവീക്ഷേത്രത്തിലേക്ക് പോവുക. ഞങ്ങളുടെ കൂടെ നീയും ഉണ്ടാവണം പത്മാവതി. അവളെ മനസ്സ് നിറയെ അനുഗ്രഹിക്കണം. ആ, റെഡിയായല്ലേ? താലവും പൂവും ജാതവും ഒക്കെ എടുത്തു വെച്ചില്ലേ? എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ. ആതിരയും പത്മിനിയും റെഡിയായില്ലേ? ആ, ആതിര ചേച്ചി അവിടെ ഡ്രസ് ചെയ്ത് നിക്കുവാ. നിന്റെ അമ്മയോ? കുറെ നേരം ഇതിനകത്ത് വാതിലടച്ചിട്ട് എന്താണാവോ? അമ്മേ, അമ്മേ. കുറച്ചു മുമ്പ് ഞാൻ തട്ടി വിളിച്ച് നോക്കിയതാ, ഒരു ശബ്ദം ഉണ്ടായില്ല.